ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ റീം രവിയും സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടപ്പെട്ട ഇരട്ട കുട്ടികളായിരുന്നു. അവർ പലപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം പാർക്കിൽ പോകുകയും പരസ്പരം മത്സരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു പുതിയ പാർക്കിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. അവർ അമ്മയോട് അനുവാദം ചോദിച്ചു. പക്ഷേ അമ്മ അവരോട് റോഡ് നിയമങ്ങൾ പാലിക്കാൻ അവരെ ഓർമ്മിപ്പിച്ചു. എപ്പോഴും നിങ്ങളുടെ ഹെൽമെറ്റ് ധരിക്കുക, റോഡിന്റെ ഇടതുവശത്ത് നിൽക്കുക, ചുവന്ന ലൈറ്റുകൾക്ക് സമീപം നിർത്തുക, തെരുവ് കടക്കുന്നതിനു മുമ്പ് ഇരുവശവും നോക്കുക, അവൾ രണ്ടുപേരോടും പറഞ്ഞു. റീയും രവിയും തലയാട്ടി ഹെൽമറ്റ് ഇട്ടു. അവർ പുതിയ പാർക്കിലേക്ക് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. എന്നാൽ താമസിയാതെ അവർക്ക് ധാരാളം കാറുകളും ബസ്സുകളും ഉള്ള ഒരു തിരക്കേറിയ റോഡ് കണ്ടുമുട്ടി. റിയ പേടിച്ചു പിന്തിരിയാൻ വിചാരിച്ചു. പക്ഷേ രവി പുതിയ പാർക്കിലെത്താൻ ഉത്സുകനായിരുന്നു. അവൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് ട്രാഫിക് സിഗ്നലുകൾ പാലിച്ച് സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കാം. റിയയ്ക്ക് അത് അത്ര ബോധ്യമായില്ല, പക്ഷേ അവൾ അവളുടെ സഹോദരനെ പിന്തുടർന്നു. അവർ പച്ച വെളിച്ചത്തിനായി കാത്തുനിന്ന ശേഷം റോഡ് മുറിച്ചു കടക്കാൻ തുടങ്ങി. എന്നാൽ വലതുവശത്തു നിന്ന് ഒരു കാർ തങ്ങൾക്ക് നേരെ അമിതവേഗതയിൽ വരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. ഡ്രൈവറും അവരെ കണ്ടില്ല, കാരണം അവർ അവന്റെ അന്ധതയിൽ ആയിരുന്നു. അവൻ ബ്രേക്ക് ചവിട്ടി, പക്ഷേ സമയം വളരെ വൈകി. രവിയുടെ സൈക്കിളിൽ തട്ടി വായുവിൽ തെറിച്ചുപോയി. റിയ നിലവിളിച്ചുകൊണ്ട് സഹോദരനെ സഹായിക്കാൻ ഓടി. ഭാഗ്യത്തിന് രവിക്ക് കാര്യമായ പരിക്കില്ലെങ്കിലും സൈക്കിളിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഡ്രൈവർ ക്ഷമാപണം നടത്തി അവരെ ആശുപത്രിയിലെത്തിച്ചു. അമ്മ വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവർ റോഡ് നിയമങ്ങൾ പാലിക്കാത്തിൽ അവൾക്ക് ദേഷ്യവും ഉണ്ടായിരുന്നു. റിയയ്ക്കും രവിക്കും നാണവും സങ്കടവും തോന്നി. തങ്ങളുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും റോഡ് നിയമങ്ങൾ ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അന്നുമുതൽ അവർ പിന്തുടരുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അന്ന് അവർ വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. റോഡ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല എന്നതാണ് കഥയുടെ ധാർമ്മികത. നമ്മുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും അവ ആവശ്യമാണ്. നാം എപ്പോഴും അവ പിന്തുടരുകയും റോഡിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. നിങ്ങൾ എല്ലാവരും ഈ കഥ ആസ്വദിച്ചല്ലോ. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ.